സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാ വർക്കർമാരുടെ സമരം മുൻപോട്ട് പോവുകയാണ്. ഇന്ന് 11ാം ദിവസമാണ് ഈ സമരം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമരവുമായിട്ട് ഇവർ മുൻപോട്ട് പോകുമ്പോൾ ഈ തുക അനുവദിക്കുകയും ചെയ്തിരുന്നു. അതായത് ഓണറേറിയം തുക 21,000 ഉയർത്തുക, അതേപോലെ തന്നെ 3 മാസത്തെ കുടിശ്ശിക, ഈ മാസം കൂടെ ആകുമ്പോൾ ശമ്പള കുടിശ്ശിക 3 മാസമാകും. ഈ 3 മാസത്തെ ശമ്പള കുടിശ്ശിക തീർത്തു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർക്കുണ്ടായിരുന്നത്. അതിൽ തീർപ്പുണ്ടാകുമെന്ന് മന്ത്രി പറയുകയും ചെയ്തതാണ്. അതിനായിട്ട് 50 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തുമെന്ന് പറയുമ്പോഴും ഇതുവരെയും പണം എത്തിയിട്ടുമില്ല. വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് CIT യൂണിയൻ. കുട്ടനാട്ടിൽ നിന്ന് വരാൻ വണ്ടിയിൽ കയറാൻ വന്ന ആളുകളെ, ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് വണ്ടി പിടിച്ച് അതിൽ കയറാൻ വന്ന ആളുകളെ തടയുന്ന കാര്യങ്ങൾ വരെ ഉണ്ടായി. ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നത്ത് വെളുപ്പിനെ പരിപാടിക്ക് വരാൻ ഇറങ്ങിയ ആളുകളുടെ എല്ലാം വീടുകളിൽ കയറിയിട്ട് വരരുത്, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയെല്ലാം അതിജീവിച്ച് ഇവിടെ വരും ആശമാർ. അത് നമ്മൾ വളരെ ന്യായമായ ഒരു കാര്യമാണ്. 62 വയസ്സിലൊരാൾ പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ ജീവിതത്തിന് എന്ത് സുരക്ഷിതത്വമുണ്ട്? ഇവിടെ ഇരിക്കുന്ന പല ആളുകളും വിധവകളാണ്, ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങളുള്ളവരുണ്ട്, കയറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു കൂരയില്ലാത്തവരുണ്ട്. അവർ 62 വയസ്സ് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് സർക്കാർ പറയുക. ഈ ഓണറേറിയം തുകയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഇതുവരെ ഒരു അങ്ങനെയുള്ള എന്തെങ്കിലും തീരുമാനം നമ്മളെ അറിയിച്ചിട്ടില്ല. ഈ 3 മാസത്തെ ശമ്പള കുടിശ്ശിക നൽകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, അത് മാത്രമാണ് ഇതുവരെയുള്ള. അതിനകത്ത് ഇൻസെൻറ്റീവ് പോലും ഉൾപ്പെട്ടിട്ടില്ല. ഓണറേറിയം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് ഒരാഴ്ചയായി, ഇപ്പോൾ 11ാം തീയതി മുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മെനങ്ങാന്ന് വന്ന ഒരു അറിയിപ്പെന്ന് പറഞ്ഞാൽ ഇന്നലെ ചില പത്രങ്ങളിലൊക്കെ അങ്ങനെയാണ് എഴുതിയിരുന്നത്. ഇന്നലെ കൊണ്ട് എല്ലാവരുടെയും പേഴ്സണൽ അക്കൗണ്ടിൽ 26,400 രൂപ 2 മാസത്തെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആർക്കാണ് കിട്ടുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും കേരളത്തിലെ ഒരാശയ്ക്കും അത്ര ഒരു തുക കിട്ടാൻ സമരം പൊളിക്കാനുള്ള ശ്രമങ്ങൾ നമ്മളിവിടെ ഈ സമരം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ 25ാം തീയതി കഴിഞ്ഞ മാസം 25-ന് നമ്മൾ ഇവിടെ നടന്ന ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ഒരു സമരത്തിലാണ് നമ്മൾ ബജറ്റിന് ശേഷം ആശമാരെ അവഗണിക്കുകയാണെങ്കിൽ ഇവിടെ രാപ്പകൽ സമരം ആരംഭിക്കുമെന്ന് പറഞ്ഞത്. അന്ന് മുതൽ ഈ സമരത്തെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ കുൽസിതമായ ശ്രമങ്ങളാണ് നടക്കുന്നത്. വിരമിച്ചു പോകുമ്പോൾ ഒരു 5 ലക്ഷം രൂപ കിട്ടുക എന്നുള്ളത് ഏതെങ്കിലും ഒരു യൂണിയനിൽപ്പെട്ട ആശയുടെ ആവശ്യകതയാണ്. മറിച്ച് ഇത് ഏറ്റവും ജെന്യുവിനായിട്ടുള്ള ഡിമാൻഡാണ്. എല്ലാവരും ഇത് എന്തെങ്കിലും സങ്കുചിതത്വങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമുക്ക് ചോദിച്ചാൽ നേടാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. എന്തായാലും ഇവർ ഈ സമര പരിപാടിയുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ ഇന്ന് മഹാസംഗമം വലിയ പ്രതീക്ഷ അവർക്ക് നൽകുന്നുണ്ട്. കാരണം ചർച്ചയ്ക്കെങ്കിലും സർക്കാർ ഇവരെ ക്ഷണിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇവർക്കുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇവർക്കുണ്ട്. ക്യാമറ നല്ല മുഴുവനോടൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.